നമസ്കാരം. ആത്മമധ്യ ഗതപ്രാണ, പ്രാണമധ്യ ഗതോ ധ്വനി, ധ്വനിമധ്യ ഗതോ നാദ, നാദമധ്യേ സദാശിവം. വരുന്ന 10-ാം തീയതി ജനുവരി 10-ന് ഗാനഗന്ധർവൻ്റെ ജന്മദിനമാണ്. 2018 കാഞ്ചീരവൻ പ്രസിദ്ധീകരിച്ച ഈ ചെറിയ ലേഖനം നമ്മുടെ ഗാനഗന്ധർവനെ കുറിച്ചുള്ള ഈ ആപ്തവാക്യം, ആത്മമധ്യ ഗതപ്രാണ, പ്രാണമധ്യ ഗതോ ധ്വനി, ധ്വനിമധ്യേ ഗതോ നാദ, നാദമധ്യേ സദാശിവം. 1.5 നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന ദ്രാവിഡ വംശത്തിൻ്റെ വാൽമീകി എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന സാക്ഷാൽ ത്യാഗരാജ സ്വാമികൾ, അദ്ദേഹം അവധൂതനായി നടക്കുന്ന കാലം ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ത്യാഗരാജ, നീ എവിടെ പോകുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഈശ്വരനെ തേടി പോകുന്നു. അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് ഈ ശ്ലോകം. ആത്മമധ്യ ഗതപ്രാണ, ആത്മാവിൻ്റെ ഉള്ളിലാണ് പ്രാണൻ, പ്രാണൻ്റെ ഉള്ളിലാണ് ധ്വനി, ധ്വനിയുടെ ഉള്ളിലാണ് നാദം, ആ നാദത്തിൻ്റെ ഉള്ളിലാണ് സാക്ഷാൽ ഈശ്വരൻ. അല്ലയോ ത്യാഗരാജ, നിൻ്റെ ഉള്ളിലാണ് സാക്ഷാൽ ഈശ്വരൻ. ഇത് ആ യുവാവാണ് സ്വരാർണവം എന്നും നാരദഭിക്ഷ എന്നുമുള്ള 2 മഹാഗ്രന്ഥങ്ങൾ ത്യാഗരാജ സ്വാമികൾക്ക് ദാനമായി നൽകിയെന്ന് ഐതിഹ്യം. ഭരതൻ മുതൽ ശാർഗദേവൻ, വെങ്കിടമഹി, നമ്മുടെ ഈ നൂറ്റാണ്ടിലെ ബാലമുരളീകൃഷ്ണ വരെയുള്ള ഒരു വലിയ മഹാപാരമ്പര്യത്തിൻ്റെ സംഗീതമാകുന്ന ആ മഹാപാരമ്പര്യത്തിൻ്റെ അവസാന കണ്ണിയാകുന്നു നമ്മുടെ ഗാനഗന്ധർവനും. അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യങ്ങളും നേർന്നുകൊണ്ട് 2018 കാഞ്ചീരവം കാവ്യകൗമുദിയുടെ 2018 ഒരു കവിത, ശ്രീ കാഞ്ഞാവിളി ഗോപാലകൃഷ്ണൻ നായരുടെ, അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി. 4-5 വർഷം ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി അതിനുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോകുന്നില്ല. കാവ്യകൗമുദി പ്രസിദ്ധീകരിച്ച കാവ്യാരാമത്തിലെ എൻ്റെ കവിത മഹദ്ഭാവം. ഈ വിശ്വപ്രപഞ്ചത്തിലെത്ര നാളിങ്ങനെ കത്തും കലാപത്തിരയിൽ നിരന്തരം, ഈ വിശ്വപ്രപഞ്ചമിതെത്ര നാളിങ്ങനെ കത്തും കലാപത്തിരയിൽ നിരന്തരം, കൊച്ചു സ്വപ്നങ്ങളിൽ കോടാനുകോടിയെ കെട്ടി വരിഞ്ഞുമ്മ വയ്ക്കുന്നു നീ സദാ, കൊച്ചു സ്വപ്നങ്ങളിൽ കോടാനുകോടിയെ കെട്ടി വരിഞ്ഞുമ്മ വയ്ക്കുന്നു നീ സദാ. 10-600 കോടികൾക്കും പരം മക്കളെ പെറ്റിട്ടു പിടിച്ചോ, 10-600 കോടികൾക്കും പരം മക്കളെ പെറ്റിട്ടു പിടിച്ചോ, നിന്റെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ അവസാന തുള്ളി ജീവൻ ഇനി എത്ര ദുർദിനം, നിന്റെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ അവസാന തുള്ളി ജീവൻ ഇനി എത്ര ദുർദിനം. 84 ലക്ഷമാണാകെ ഈ മൺകൂനയിൽ പ്രാണിവംശമെന്ന് ആദിയിൽ കണ്ടറിഞ്ഞ ആത്മവിജ്ഞാനികൾ ബ്രഹ്മതമ്പുരുവിൽ നാദതന്ത്രയിൽ നിന്നും. 84 ലക്ഷമാണാകെ ഈ മൺകൂനയിൽ പ്രാണിവംശമെന്ന് ആദിയിൽ കണ്ടറിഞ്ഞ ആത്മവിജ്ഞാനികൾ ബ്രഹ്മതമ്പുരുവിൽ നാദതന്ത്രയിൽ നിന്നും. ഒന്നിൽ തുടങ്ങിയും ഒന്നായൊടുങ്ങിയും നിന്നു നിലകൊള്ളുന്ന അണ്ഡകടാഹത്തിൽ നിന്നു ഇരുട്ടതിൻ്റെ അകാല ചരമത്തിന് നന്ദിയില്ലാത്ത മനുഷ്യൻ നിദാനമായി. ഒന്നിൽ തുടങ്ങിയും ഒന്നായൊടുങ്ങിയും നിന്നു നിലകൊള്ളുന്ന അണ്ഡകടാഹത്തിൽ നിന്നു ഇരുട്ടതിൻ്റെ അകാല ചരമത്തിന് നന്ദിയില്ലാത്ത, ഏതന്ധകാലത്തിലോ നിന്റെ സംഹാരകല ഗംഭീര നാട്ടയിൽ ചുവടുവയ്ക്കുമ്പോഴും, ഏതന്ധകാലത്തിലോ നിന്റെ സംഹാരകല ഗംഭീര നാട്ടയിൽ ചുവടുവയ്ക്കുമ്പോഴും, പന്തായുരുണ്ടുരുണ്ടീ വിശ്വചക്രത്തിൻ്റെ
മുമ്പേ കൊതിക്കുന്നു ഭാരത ദർശനം. ഒരു പന്തായി ഉരുണ്ടുരുണ്ടി വിശ്വചക്രത്തിൻ്റെ മുമ്പേ കുതിക്കുന്നു ഭാരത ദർശനം. നിന്റെ മഹാനിഗൂഢ രഹസ്യങ്ങളിൽ ബ്രഹ്മമെന്തെന്നറിഞ്ഞ യോഗയോഗീശ്വരന്മാർ, നിന്റെ മഹാനിഗൂഢ രഹസ്യങ്ങളിൽ ബ്രഹ്മമെന്തെന്നറിഞ്ഞ യോഗയോഗീശ്വരന്മാർ മനോസ്യന്തനത്തിൽ വിശ്വചക്രവാളത്തിൻ്റെ ചെണ്ടുകൾ കണ്ടതും ഈ മഹാദർശനം. നിന്റെ മഹാനിഗൂഢ രഹസ്യങ്ങളിൽ ബ്രഹ്മമെന്തെന്നറിഞ്ഞ യോഗയോഗീശ്വരന്മാർ മനോസഞ്ചനത്തിൽ വിശ്വചക്രവാളത്തിൻ്റെ ചെണ്ടുകൾ കണ്ടതും ഈ മഹാദർശനം. ഒന്നല്ലൊരായിരം വിസ്ഫോടനങ്ങളിൽ ചിന്നിച്ചിതറിത്തെറിച്ച പരിണാമം, ഒന്നല്ലൊരായിരം വിസ്ഫോടനങ്ങളിൽ ചിന്നിച്ചിതറിത്തെറിച്ച പരിണാമം. ഈ മണ്ണിൻ്റെ നരവീണ യൗവനത്തിൽ, ഈ മണ്ണിൻ്റെ നരവീണ യൗവനത്തിൽ തീരെ നന്ദിയില്ലാകുന്നു, തീരെ നന്ദികേടാകുന്നു അഹങ്കാരലീലകൾ. ഒന്നല്ലൊരായിരം വിസ്ഫോടനങ്ങളിൽ ചിന്നിച്ചിതറിത്തെറിച്ച പരിണാമം. ഈ മണ്ണിൻ്റെ നരവീണ യൗവനത്തിൽ തീരെ നന്ദികേടാകുന്ന അഹങ്കാരലീലകൾ, നന്ദികേടാകുന്ന അഹങ്കാരലീലകൾ. നന്ദി, നമസ്കാരം.